പ്രിയ സുഹൃത്തുക്കളെ, അപ്പൊ എന്തായാലും ഞാനിത് വഴിയോര കാഴ്ച കേട്ടോ. അതേ നമ്മള് വേറൊരു ആവശ്യമായിട്ട് പോയതാണ്. പോയപ്പോ നമ്മുടെ ഒരു സ്വന്തം മാമന് തന്നെ, നമ്മുടെ നാട്ടുകാരാണ് കേട്ടോ. മാമ, ആന്റി, ആദ്യം നമ്മൾ ആന്റിയിൽ നിന്ന് പരിചയപ്പെടാം. ആന്റി സുഖാണോ? എന്തുണ്ട് വിശേഷം? ആന്റി വേറെയാണ് കേട്ടോ. ആന്റിക്ക് ഒരു മകനുണ്ട്, വയ്യായിക അല്ലേ? വയ്യായിക ഒരു മകനും അമ്മയുമായിട്ടാണ് ഒരു വീട്ടിൽ താമസിക്കുന്നത്. ആന്റി പണിക്ക് വല്ലതും ജോലിക്ക് വല്ലതും പോകുന്നുണ്ടോ? തൊഴിലുറപ്പിന് പോവാ അല്ലേ? അപ്പം ഇതാണ് ഞാൻ പരിചയപ്പെടുത്തി തരാൻ പോകുന്ന ശരി, പരിചയപ്പെടുത്തി തരാൻ പോകുന്ന മാമൻ കേട്ടോ. അപ്പൊ ഈ മാമന്റെ കൈ കണ്ടോ എന്റെ പ്രിയ സുഹൃത്തുക്കളെ? അപ്പൊ ഞങ്ങൾ ഓർത്ത് ശരി ആന്റി ശരി, പോളിയോ വന്ന് ഇങ്ങനെ പോളിയോ വന്നെന്നാണ് ഞാൻ ഓർത്തത്, ഞാൻ വിചാരിച്ചത്. ഇത് 1ാം ക്ലാസ്സിൽ വെച്ച് ബെഞ്ച് വീണതോ? കൊച്ചടുക്കള പനി തട്ടി വിടുന്നത് കാരിച്ചട്ടി ചട്ടി, ചെറിയ ചട്ടി, മൺചട്ടി. അതിൽ ചക്ക അമ്മ വെച്ചിരുന്നു. ഞാൻ അടുത്തോണ്ട് ഞങ്ങൾക്ക് പെണ്ണ കൊത്തായിരുന്നു. സ്കൂളിൽ പഠിക്കുന്നത് ഇത് വീട്ടിൽ വെച്ചാ ഉണ്ടായത്? വീട്ടിൽ വെച്ച് 1ാം ക്ലാസ് പഠിച്ചപ്പോ. 1ാം ക്ലാസ്സിൽ പഠിച്ചപ്പം ഈ ചക്കച്ചട്ടിയും കൊണ്ട് പോയ സമയത്ത് കാല് തട്ടി വീണ് ഈ കൈക്ക് അപകടം പറ്റിയെന്നാണ് പറഞ്ഞത്. അന്ന് ആശുപത്രി കൊണ്ടുപോയില്ലായിരുന്നോ? ആശുപത്രി അറിഞ്ഞൂടെ, മെഡിക്കൽ കോളേജ് അറിഞ്ഞൂടെ, ഒരു ആശാൻ തടയി കെട്ടിയാണ് ഇല്ലതായത്. മെഡിക്കൽ കോളേജ് ഒന്നും അന്ന് അറിഞ്ഞൂടായിരുന്നെന്ന്. ഒരാശാൻ തടവി കെട്ടിയ ഈ കോലത്തിലായിപ്പോയി. ഇതാ ഈ വിരലുകൾ കണ്ടോ, ഇത് കണ്ടോ, ഇങ്ങനെ ആയിപ്പോയി കേട്ടോ. ഇവിടെ വെച്ച് അന്ന് പറ്റിയതാണോ? ഇങ്ങനെ ആയത് പോയതോ? തടയി കെട്ടിയ തഴമ്പാണ്. തടയി കെട്ടിയത് ഇതുണ്ടല്ലേ. അപ്പൊ എന്റെ പ്രിയ സുഹൃത്തുക്കളെ കണ്ടോ, ഇത് കണ്ടോ? ഇതപ്പൊ ഞാന് ഈ മംഗള് യാചിച്ചാ നടക്കുന്നത് കേട്ടോ. കണ്ടുകൊണ്ടാണ് ഞങ്ങൾ വണ്ടി നിർത്തിയത്. അപ്പൊ എന്തായാലും നിങ്ങൾ വിചാരിക്കും എന്താ കണ്ടിട്ട് ഒന്നും കൊടുത്തില്ലെന്ന്. അതൊക്കെ കൊടുക്കും കേട്ടോ. കൊടുക്കുന്നതൊന്നും വീഡിയോ എടുത്തിടാത്തതാണ്. എന്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വേണ്ട. എപ്പോഴും ചോദിക്കാറുണ്ട് നിങ്ങളൊന്നും കൊടുക്കാറില്ലേന്ന്. ഞങ്ങൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. അവ എന്തായാലും കണ്ടല്ലോ. മാമ ചായ കുടിച്ചോ? എന്നു കഴിച്ചു? മാമ പെണ്ണ് കെട്ടിയിട്ടില്ലെന്ന് പറഞ്ഞല്ലേ? കെട്ടിയോ? ആരെ കൂട്ടത്താണ്? ഒറ്റയ്ക്കാണല്ലേ? സുഖമല്ലേ ഒറ്റയ്ക്ക് കഴിയുന്നത്? വല്ല കിട്ടുന്നതിനെ കൊണ്ട് ഒരു പൊതി ചോറും വാങ്ങി വീട്ടിൽ കൊണ്ടുപോകും അല്ലേ? ഒത്തു തിന്നാൻ പറ്റില്ല. ഒരു പൊതി ഊണ് 3 പ്രാവശ്യമായിട്ട് കുറേശ്ശെ കഴിക്കും അല്ലേ മാമ? കുപ്പി വെള്ളവും മാറ്റുണ്ട്. അപ്പൊ ഈ കൈ പ്രിയ സുഹൃത്തുക്കളെ കൈ കണ്ടല്ലോ. അപ്പൊ അതോ ഒരു ആശാന്റെ കൊണ്ടുകൊടുത്ത് ആശാൻ തടവി കെട്ടി ഈ കോലായതാണല്ലേ? അന്ന് ആശുപത്രി കൊണ്ടുപോകാത്തോണ്ടാണ് മാമന് ഇപ്പൊ സങ്കടം ഉണ്ടായിരുന്നു കുറെ കാലം. പിന്നെ സങ്കടം ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. അതെ അതെ അതെ. തൊഴിലുറപ്പിനൊന്നും പോവാൻ പറ്റാതല്ലേ ആളുകൾ ജോലിക്ക് പോകുമ്പോൾ മതിയപ്പോ ഇറന്നാണ് ജീവിക്കുന്നത്. എന്റെ പ്രിയ സുഹൃത്തുക്കളെ, കുഞ്ഞൊരു വിശേഷം.